ഫുട്ബോൾ ആരാധന അതിരുകടക്കുമ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ? മൈതാനത്ത് കളിക്കാർ പരസ്പരം കൈകൊടുത്ത് പിരിയുമ്പോൾ ഇവിടെ ചിലർ തെരുവിൽ തല്ലുകൂടുന്നു. ആരാധകർ എന്ന പേരിൽ അക്രമം കാണിക്കുന്ന ഈ ചുരുക്കം ചില ആളുകൾ ശരിക്കും എങ്ങോട്ടാണ് പോകുന്നത്? ഓർക്കുക, ഫുട്ബോൾ ഒരു മത്സരം മാത്രമാണ്. 90 മിനിറ്റ് നീളുന്ന ഒരു മനോഹരമായ കളി. അത് കഴിഞ്ഞാൽ ആ പോരാട്ടം അവിടെ തീരണം. നമ്മൾ ഒരു ടീമിനെ സ്നേഹിക്കുന്നുവെന്ന് കരുതി അവർ തോറ്റാൽ അത് ജീവിതത്തിന്റെ അവസാനമൊന്നുമല്ലല്ലോ. തോൽവികളും ജയങ്ങളും ഈ കളിയുടെ വെറുമൊരു നിയമം മാത്രമാണ്. കളി കഴിഞ്ഞാൽ നമ്മൾ ഗ്രൗണ്ടിൽ എന്താണ് കാണാറുള്ളത്? ലോകോത്തര താരങ്ങൾ പരസ്പരം കെട്ടിപ്പിടിക്കുന്നു, ജേഴ്സികൾ കൈമാറുന്നു, അവരുടെ സൗഹൃദം പുതുക്കുന്നു. കളിയെ കളിയായി കാണാൻ അവർക്ക് കഴിയുന്നുണ്ട്. പക്ഷേ കളിയോടുള്ള ഇഷ്ടം ലഹരിയായി തലക്ക് പിടിച്ച് തെരുവിൽ അക്രമം കാണിക്കുന്ന ചിലരുണ്ടല്ലോ, അവരോടാണ് ചോദിക്കാനുള്ളത്. കമന്റ് ബോക്സുകളും തെരുവുകളിലും വെറുപ്പ് പ്രചരിപ്പിക്കുകയും തല്ലുകൂടുകയും ചെയ്യുമ്പോൾ സ്വന്തം വിലപ്പെട്ട സമയവും സമാധാനവുമാണ് ഇല്ലാതാക്കുന്നതെന്ന് എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? കാരണം നല്ലൊരു കായിക പ്രേമി ഒരിക്കലും കായിക വിനോദത്തിന്റെ പേരിൽ ചോരയൊഴുക്കില്ല. ശരിക്കും ഇതിലും വലിയ വിഡ്ഢിത്തം വേറെ എന്തുണ്ട്? ഗ്രൗണ്ടിലെ എതിരാളികൾക്ക് പരസ്പരം ഇല്ലാത്ത എന്ത് ശത്രുതയാണ് ഈ പറയുന്ന കടുത്ത ഫാൻസ് തമ്മിലുള്ളത്? മൈതാനത്തെ മത്സരം കേവലം അവരുടെ കഴിവുകൾ തമ്മിലുള്ളതാണ്. അത് വ്യക്തിപരമായ വൈരാഗ്യമല്ല. ആ യാഥാർത്ഥ്യം ഉൾക്കൊള്ളാൻ പലപ്പോഴും അന്ധമായ ആരാധന ബാധിച്ചവർക്ക് കഴിയാറില്ല. അതാണ് സത്യം. നോക്കൂ, മറ്റൊരു വ്യക്തിക്ക് മറ്റൊരു ടീമിനെ സ്നേഹിക്കാം. അത് അവരെ വെറുക്കാനുള്ള കാരണമല്ലല്ലോ. ഓരോരുത്തർക്കും അവരുടെ പ്രിയപ്പെട്ട ടീമിനെ പിന്തുണക്കാൻ അവകാശമുണ്ട്. അതിനെ മാനിക്കുകയാണ് വേണ്ടത്. ആരോഗ്യകരമായ ട്രോളുകളും തമാശകളും കളിയുടെ ആവേശം കൂട്ടും. എന്നാൽ അത് വ്യക്തിഹത്യയിലേക്കും അക്രമത്തിലേക്കും നീങ്ങുമ്പോൾ അവിടെ യഥാർത്ഥ കായിക പ്രേമി മരിക്കുകയും ഒരു അക്രമി ജനിക്കുകയുമാണ് ചെയ്യുന്നത്. അക്രമം കാട്ടുന്ന അത്തരം ആളുകൾ ഒരു നിമിഷം സ്വന്തം നെഞ്ചിൽ കൈവച്ച് ആലോചിച്ചു നോക്കൂ. നാളെ നിങ്ങൾ തെരുവിൽ അടികൂടി പരിക്കേറ്റ് ആശുപത്രിയിലായാൽ, അല്ലെങ്കിൽ കേസിൽപ്പെട്ട് പോലീസ് സ്റ്റേഷനിലായാൽ, നിങ്ങൾ പിന്തുണയ്ക്കുന്ന താരങ്ങളോ ടീമുകളോ നിങ്ങളെ രക്ഷിക്കാൻ വരുമോ? ഇല്ല. അവിടെ നിങ്ങളുടെ കുടുംബം മാത്രമായിരിക്കും കണ്ണീരൊഴുക്കാനുണ്ടാവുക. വെറുമൊരു കളിക്കു വേണ്ടി സ്വന്തം ജീവിതവും സമാധാനവും പണയം വയ്ക്കുന്നത് എന്തിനാണ്? ഒരു യഥാർത്ഥ കായിക പ്രേമി കളിയെയും അതിന്റെ ഭംഗിയെയുമാണ് സ്നേഹിക്കേണ്ടത്, വെറുപ്പിനെയല്ല. എതിർ ടീമിന്റെ നല്ല കളിയെപ്പോലും കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കാൻ നമുക്ക് കഴിയണം. കളിക്കളത്തിലെ ആ വൈകാരികത ഗ്രൗണ്ടിൽ തന്നെ അവസാനിക്കണം. അത് നമ്മുടെ വീട്ടിലേക്കോ സമൂഹത്തിലേക്കോ വ്യക്തിബന്ധങ്ങളിലേക്കോ ഉള്ള ശത്രുതയായി വളർത്തരുത്. നമുക്ക് വേണ്ടത് പരസ്പരം തല്ലുകൂടുന്ന ഗ്രൂപ്പുകളല്ല, മറിച്ച് കളിയെ ഹൃദയത്തോട് ചേർത്ത് പിടിക്കുന്ന പരസ്പര ബഹുമാനമുള്ള ഒരു നല്ല കായിക സംസ്കാരമാണ്. കളിയെ വെറുമൊരു മത്സരമായി കാണുക. ഗ്രൗണ്ടിലെ കളിക്കാർ കൈകൊടുത്ത് പിരിയുന്നത് പോലെ നമുക്കും കളി കഴിഞ്ഞാൽ സൗഹൃദത്തോടെ കൈകോർക്കാം. ഫുട്ബോൾ മനോഹരമാണ്, അതിനെ വെറുപ്പ് കൊണ്ട് മലിനമാക്കാതിരിക്കാൻ. അവസാനമായി എനിക്ക് പറയാനുള്ളത് ഇതാണ്: ഫുട്ബോൾ നമ്മെ പഠിപ്പിക്കേണ്ടത് പരസ്പരം തല്ലുകൂടാനല്ല, മറിച്ച് വീഴുമ്പോഴൊക്കെ കരുത്തോടെ എഴുന്നേൽക്കാനാണ്. ഒരു കളിയുടെ പേരിലോ ട്രോളുകളുടെ പേരിലോ സ്വന്തം ജീവിതം തന്നെ എറിഞ്ഞുടക്കാൻ തുനിയുന്നവർ ഓർക്കുക, നിങ്ങളുടെ ജീവിതം ആ 90 മിനിറ്റിലും എത്രയോ വലുതാണ്. തോൽവികളെയും ജയങ്ങളെയും ഒരുപോലെ സ്വീകരിക്കാൻ പഠിക്കുമ്പോഴാണ് നമ്മൾ യഥാർത്ഥ കായിക പ്രേമികളാവുന്നത്. കളിക്കളത്തിലെ ആവേശം ഗ്രൗണ്ടിൽ തന്നെ തീരട്ടെ. നമ്മുടെ ജീവിതങ്ങളിൽ സൗഹൃദം മാത്രം ബാക്കിയാവട്ടെ. കൂടുതൽ നല്ല ചിന്തകളുമായി വീണ്ടും കാണാം. ഒത്തിരി സ്നേഹത്തോടെ, റാബിയ അബി, ലക്ഷദ്വീപ്.